കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധം ഉയർന്നു. ബിടെക് വിദ്യാർത്ഥി മിച്ചി മാർപ്പുവിന്റെ ആത്മഹത്യയിൽ അന്വേഷണം വേണമെന്നും മാനേജ്മെന്റ് വിശദീകരണം നൽകണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഇന്നലെയാണല്ലോ വിദ്യാർത്ഥി മിച്ചി മാർപ്പു ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായതല്ലേ? ഇപ്പോൾ ശക്തമായ പ്രതിഷേധം അവിടെ ഉയരുകയാണോ? മാനേജ്മെന്റ് വിശദീകരിക്കണമെന്നാണോ ഇപ്പോൾ കുട്ടികൾ ആവശ്യപ്പെടുന്നത്? ഇതൊരു ഓട്ടോണമസ് കോളേജാണ്. അതുകൊണ്ട് തന്നെ സർവകലാശാലയ്ക്കോ സർക്കാരിനോ വലിയ അധികാരാവകാശങ്ങൾ ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് മാനേജ്മെൻറ്റ് എത്താൻ കാരണം. ഒരു ഉദാഹരണത്തിന്, ഇവരുടെ ക്രെഡിറ്റ് സ്കോർ എല്ലാ കോളേജുകളിലും 18ആണ്. ഇവർ നിശ്ചയിച്ചിരിക്കുന്നത് 22ആണ്. അത്തരം ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇയർ ബാക്ക് ആകും. അതാണ് പ്രതിസന്ധി. അപ്പോൾ പല കുട്ടികളും ഫീസ് കൊടുത്ത് പഠിക്കുന്ന കുട്ടികളാണ്. ഇയർ ബാക്ക് ആകുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത ഒരു വർഷം 6 മാസം നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടാവും. ആ പ്രതിസന്ധി പരിഹരിക്കണം. ഇവിടെയും 18 ആക്കണം, ക്രെഡിറ്റ് സ്കോർ തുടങ്ങിയ ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ കുറേ നാളുകളായി ഉന്നയിക്കുന്നതാണ്. പക്ഷേ ഒരു കാരണവശാലും മാനേജ്മെൻറ്റ് വഴങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ കേസിൽ ഇതേ പ്രശ്നത്തിൽ ഈ വിദ്യാർത്ഥി 1 മാസമായി ക്ലാസ്സിന് പുറത്തായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അരുണാചൽ പ്രദേശിൽ നിന്ന് മറ്റു സംസ്ഥാനത്തു നിന്നൊരു വിദ്യാർത്ഥി കേരളത്തിൽ പഠിക്കാനെത്തി. അവനൊരു ഹോസ്റ്റലിൽ താമസിക്കുന്നു. പുറത്താണ്, കോളേജിൻ്റെ ഹോസ്റ്റലല്ല, പുറത്തൊരു താമസ സ്ഥലത്താണ്. അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ മാനേജ്മെൻറ്റ് ഇത്തരം നിലപാട് എടുക്കുകയും അതുവഴി അവന് കോളേജിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. വലിയ മാനസിക സമ്മർദ്ദത്തിൽ അവനെ ആക്കി. ഏതാണ്ട് 3 പേജ് വരുന്ന ഹിന്ദിയിൽ വരുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് അവൻ ഇന്നലെ എഴുതിയിരുന്നു. അത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് വിശദീകരിക്കുന്നത്. തുടർ പഠനം മുടങ്ങുമെന്ന ആശങ്ക, വലിയ സാമ്പത്തിക ബാധ്യത കൊണ്ട് ഞാൻ പോകുന്നു എന്നാണ് ആ കുറിപ്പിലുള്ളത്. അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ പ്രധാന ഉത്തരവാദി മാനേജ്മെൻറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. ഇന്നലെ വിദ്യാർത്ഥികൾ ഒറ്റയ്ക്കൊക്കെയായി പ്രതിഷേധവുമായി എത്തിയിരുന്നു. പക്ഷേ ഇന്ന് കുറച്ചുകൂടി സംഘടിത രൂപത്തിലേക്ക് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. നാളെ കുട്ടിയുടെ ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. കോളേജിൽ അത് പൊതുദർശനം ഒക്കെ നടത്തണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. SFI നേരിട്ട് നാളെ സമരരംഗത്തേക്ക് എത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വിദ്യാർത്ഥികളുടെ ഒറ്റപ്പെട്ട സമരങ്ങളൊക്കെയാണ് ഇന്ന് നടക്കുന്നത്. പക്ഷേ നാളെ അതിശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകും എന്ന് SFI ഏരിയ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അതൊരു വിഷയമായി മാറുകയാണ്. മാനേജ്മെന്റിന്റെ നിലപാട് തിരുത്തണമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഒരു നിലപാട് മാനേജ്മെന്റും ഒക്കെ അതില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്തെങ്കിലും പറയണം, ഒരു വിശദീകരണം മാനേജ്മെൻറ്റ് നൽകണം. പ്രിൻസിപ്പാളിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അദ്ദേഹം ക്യാമ്പസിൽ നിന്നും അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തു നിന്നും പോയി. മാനേജ്മെൻറ്റാണ് ഈ കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കാൻ തയ്യാറാകുന്നുമില്ല. അതാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. ഈ വിഷയം പരിഹരിക്കണം എന്നതാണ് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഇവരുടെ ആവശ്യം. ശരി. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധത്തിലേക്ക് കോതമംഗലത്ത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ വിഷയം പോവുകയാണ്. നാളെ SFIയുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ നിമിഷം വരെ മാനേജ്മെന്റോ അധ്യാപകരോ ഒരു വാക്ക് പോലും ആ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യമെന്ന് പറയുന്നത്. പലതരത്തിലുള്ള പീഡനങ്ങൾ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അതിന് തുടർച്ചയിലാണ് ഈ ആത്മഹത്യ എന്ന ഏറ്റവും ഗൗരവതരമായ സാഹചര്യമാണ് നിൽക്കുന്നത്. അരുണാചൽ പ്രദേശിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പഠിക്കാനെത്തിയ വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.